വെൽക്കം, തഹ്മനാണ്. ആന്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗ് വീഡിയോ സീരീസിൽ നമ്മുടെ 4ാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ഇൻഹിബിറ്റേഴ്സ് മരുന്നുകളെ കുറിച്ച് പറയും. ദെൻ മറ്റ് പ്രധാനപ്പെട്ട പ്ലേറ്റ്ലെറ്റുകളിൽ പ്രവർത്തിക്കുന്ന മറ്റ് ബാക്കി മരുന്നുകളെ കുറിച്ചിട്ടുമാണ് നമ്മൾ പറയാം. സോ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പ്ലേറ്റ്ലെറ്റ് കട്ടപിടിക്കുന്ന മെക്കാനിസംസ് പറഞ്ഞു, ദെൻ ഡ്രഗുകളെ ക്ലാസിഫൈ ചെയ്തു. 2ാമത്തെ വീഡിയോയിൽ നമ്മൾ ആസ്പിരിനെ കുറിച്ചാണ് പറഞ്ഞത്. 3ാമത്തെ വീഡിയോ ക്ലോപ്പിഡോഗ്രൽ പോലുള്ള P2Y12 ഇൻഹിബിറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു. സോ ഇനി ബാക്കിയുള്ള എല്ലാ മരുന്നുകളും നമ്മൾ ഇവിടെയാണ് പറയാം. സോ അപ്പോൾ നമുക്ക് പറയേണ്ടത് ഒന്ന് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ഇൻഹിബിറ്റേഴ്സ് ആയ GP2B3A ഇൻഹിബിറ്റേഴ്സ് മരുന്നുകളെ കുറിച്ച് പറയണം. ദെൻ ഫോസ്ഫോഡയസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ് ആൻഡ് റിലേറ്റഡ് ഡ്രഗുകളെ കുറിച്ചിട്ട് പറയണം. ആൻഡ് PAR1 ഇൻഹിബിറ്റേഴ്സ് വിഭാഗം മരുന്നുകളെ കുറിച്ചിട്ട് പറയാം. സോ ഇവിടെ മെക്കാനിസം നമുക്ക് പറയാനായിട്ട് നമുക്ക് പ്ലേറ്റ്ലെറ്റ് കട്ടപിടിക്കുന്ന ആദ്യം നമ്മൾ പറഞ്ഞ ആ സംഭവങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്യാം. സോ ഇവിടെ വെച്ചിട്ട് നമ്മുടെ രക്തക്കുഴൽ പൊട്ടുന്നു. ഇത് എൻഡോത്തീലിയൽ സെൽസ് ആണ്. ആൻഡ് ഇതിനകത്ത് നിന്ന് പ്ലേറ്റ്ലെറ്റ് പുറത്ത് ഇവിടെ ആരുമായിട്ട് കണ്ടുമുട്ടുന്നു? കൊളാജിൻ ആയിട്ട് കണ്ടുമുട്ടുന്നുണ്ട്. ദെൻ ഓൾസോ വോൺ വില്ലിബൺ ഫാക്ടർ ആയിട്ട് കണ്ടുമുട്ടുന്നുണ്ട്. സോ അതോടുകൂടി പ്ലേറ്റ്ലെറ്റ് ഇവിടെ ഒട്ടിച്ചേരുന്നു, അഡ്ഹഷനായി. പ്ലേറ്റ്ലെറ്റിന്റെ ഇത് പ്ലേറ്റ്ലെറ്റ് ആണെങ്കിൽ ഇവിടെ നിന്ന് സെൽ മെംബ്രെയിൻ പൊട്ടുന്നു. അരാക്ഡോണിക് ആസിഡിൽ നിന്ന് ത്രോംബോക്സൈൻ A2 പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നു. ആൻഡ് ദെൻ ഗ്രാന്യൂൾസിനകത്ത് നിന്ന് ആരൊക്കെ പുറത്തു വരുന്നു? ADP പുറത്തു വരുന്നുണ്ട്, 5HT പുറത്തു വരുന്നുണ്ട്, PAF മുതലായവ പുറത്തു വരുന്നു. ഈ പുറത്തു വന്ന ADP ഇതിന്റെ റിസപ്റ്ററിൽ പ്രവർത്തിക്കുന്നു. റിസപ്റ്ററിന്റെ പേര് നമ്മൾ പറഞ്ഞു P2Y12 ആണ്. ആൻഡ് ഇവിടെ വന്ന് പിടിക്കുമ്പോഴത്തേക്കും ഇത് ആക്ടിവേറ്റഡ് ആകും. സോ റിസപ്റ്റർ ഒട്ടിച്ചേരുമ്പോൾ പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റഡ് ആകും. സോ ഇനിയാണ് അപ്പം നമുക്ക് പറയാനുള്ള ഭാഗം. അപ്പോൾ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ്സ് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ നമ്മുടെ ഇതൊരു പ്ലേറ്റ്ലെറ്റ് ഞാൻ വലുതായിട്ട് വരയ്ക്കുകയാണ്. ഇവിടെ P2Y12 വന്ന് പിടിച്ചു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ഈസ് സെൽ സർഫസിൽ, പ്ലേറ്റ്ലെറ്റിന്റെ സെൽ സർഫസിൽ ധാരാളം ഗ്ലൈക്കോപ്രോട്ടീൻ ഉണ്ട്. നമ്മൾ ചിലതൊക്കെ കണ്ടു കഴിഞ്ഞു. അതിൽ ഒന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അത് GP ഗ്ലൈക്കോപ്രോട്ടീൻ ആണ്. 2B ആൻഡ് 3A ആണ് ഗ്ലൈക്കോപ്രോട്ടീൻ 2B3A. സോ ഇതിൽ ചില കൺഫർമേഷണൽ ചേഞ്ച് വരുന്നു. സോ ആദ്യം ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് വിചാരിക്കുക. ഇപ്പോൾ അത് മാറി അത് ഇങ്ങനെ ആയി എന്ന് വിചാരിക്കും. ഒട്ടിച്ചേരാവുന്ന പരുവത്തിലായി എന്നങ്ങോട്ട് ജസ്റ്റ് കരുതുക. കൺഫർമേഷണൽ ചേഞ്ച് വരുന്നു. സോ ഇവിടെ വന്ന് ആരാണ് ഒട്ടിച്ചേരുന്നത്? ഇവിടെ വന്ന് ഒട്ടിച്ചേരുന്നത് ഇയാളുടെ പേരാണ് ഫൈബ്രിൻ. ഫൈബ്രിൻ ഇവിടെ ഒന്ന് ഒട്ടിച്ചേരാം. ആൻഡ് ഓൾസോ വോൺ വില്ലിബൺ ഫാക്ടർ അതിനൊക്കെ ഒന്ന് ഒട്ടിച്ചേരാം. എങ്കിലും ഫൈബ്രിൻ വന്ന് ഒട്ടിച്ചേരും. സോ അപ്പോൾ എന്താ സംഭവിക്കുക? സോ വീണ്ടും ഞാൻ ചെറിയ പ്ലേറ്റ്ലെറ്റുകൾ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇത് ഒരു ആക്ടിവേറ്റഡ് ഈ സംഭവമാണ്. GP2B3A ആണ്. ഇവിടെയും ഉണ്ട് സെയിം സാധനം തന്നെ. ഇത് വേറെ പ്ലേറ്റ്ലെറ്റ് ആണ്. ഇവിടെയുണ്ട് സാധനം, ഇവിടെയുണ്ട്. ഇനി താഴ്ത്തും വരയ്ക്കാം പ്ലേറ്റ്ലെറ്റ്. ഇവിടെയൊക്കെ പ്ലേറ്റ്ലെറ്റുകൾ ഉണ്ട് എന്ന് കരുതുക. ഇവിടെയുണ്ട് GP. ഞാൻ പറഞ്ഞ 2B3A ആണ് ഈ വരയ്ക്കുന്നതെല്ലാം. സോ ഇവിടെ വന്ന് ഫൈബറിന് ഒട്ടിച്ചേരുന്നു. ഫൈബറിന് ഇത് രണ്ടും കൂടി ഒട്ടിച്ചേരുന്നു. ഇവിടെയും വന്ന് ഒട്ടിച്ചേരുന്നു. ഇവിടെ തമ്മിൽ വന്ന് ഒട്ടിച്ചേരുന്നു. സോ എന്താണ് ഇപ്പൊ സംഭവിച്ചത്? വാട്ട് ഹാപ്പൻ ഈസ് ദാറ്റ് പ്ലേറ്റ്ലെറ്റുകളുടെ ഒരു ശൃംഖല ഇപ്പൊ രൂപപ്പെടുകയാണ്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ എന്നാണ് പറയുക. സോ ഉണ്ടായ മുറിവിനെ ഇവിടെ ഒരു അഗ്രിഗേഷൻ കൂടി സംഭവിക്കുന്നതോടുകൂടി കുറച്ചുകൂടി ബലവത്താകും. സോ ഇവിടെ ഉള്ളത് ഫൈബ്രിൻ ആണ്. സോ നമ്മൾ ഇവിടെ പറയുന്ന ആദ്യ ഗ്രൂപ്പ് മരുന്നുകൾ പ്ലേറ്റ്ലെറ്റിന്റെ പുറത്ത് ഈ എക്സ്പ്രസ് ചെയ്യുന്ന ഈ സംഭവം GP2B3A വന്നു. സോ ഫൈബ്രിൻ അല്ല ഇവിടെ വന്നു ചേരുക. നമ്മളുടെ മരുന്ന് നമുക്കിവിടെ വരയ്ക്കാൻ കളർ മാറ്റി. മരുന്നുകൾ ഇവിടെ വന്നൊട്ടിച്ചേരുമ്പോഴത്തേക്കും ഫൈബ്രിൻ വന്നൊട്ടിച്ചേരുന്നില്ല. ഫൈബ്രിൻ ഇല്ലെങ്കിൽ ഈ ശൃംഖലയിൽ, ദാറ്റ് മീൻസ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ഇല്ല. സോ GP2B3A വലുതായിട്ട് എഴുതാം. GP2B3A inhibitors are what? These are platelet aggregation inhibitors ആണ്. അഗ്രിഗേഷൻ ഇൻഹിബിറ്റേഴ്സ് വിഭാഗം മരുന്നുകളാണ്. സോ മരുന്നുകൾ ഏതെല്ലാമാണ്? മരുന്നുകളുടെ കോഡ് EAT ആണ്, EAT ആണ്, E4FT ഫിബാറ്റൈഡ് ആണ്. FT ഫിബാറ്റൈഡ് ഉണ്ട്. ദെൻ നമ്മൾ വേറെ പല സ്ഥലത്തും ഒക്കെ കേട്ടിട്ടുള്ള ഒരു മരുന്നാണ് ABCMAB എന്ന് പറയുന്ന മരുന്നുണ്ട്. ആൻഡ് മൂന്നാമത്തത് ടൈറോഫിബാൻ എന്ന് പറയുന്ന മരുന്ന്. സോ ദീസ് ആർ ഗ്ലൈക്കോപ്രോട്ടീൻ 2B3A antagonist or inhibitors, or these are platelet aggregation inhibitors. ഈ GP2B3A എന്ന് പറയുന്നത് these are cell surface integrin proteins ആണ്. നമ്മൾ integrins type of proteins പഠിച്ചു. സോ ദിസ് ഇന്റഗ്രിൻ ഫാമിലിയിലെ കൃത്യമായിട്ട് പറഞ്ഞാൽ α2B β3 സംഭവം ആണ്. ഇന്റഗ്രിൻ ഫാമിലിയിലുള്ള സംഭവമാണ്. സോ ഇന്റഗ്രിൻ പ്രോട്ടീനെ തടയുന്നതുകൊണ്ട് ആന്റി ഇന്റഗ്രിൻ ഡ്രഗ്സ് എന്നും നമുക്ക് വിളിക്കാം. ആന്റി ഇന്റഗ്രിൻ ഡ്രഗ്സ് എന്നും വിളിക്കാം. സോ ആന്റി അഗ്രിഗേറ്ററി ഡ്രഗ്സ് എന്ന് പറഞ്ഞാലോ പ്ലേറ്റ്ലെറ്റ് ക്രോസ് ലിങ്കിങ് ഇൻഹിബിറ്റേഴ്സ്, ആന്റി ഇന്റഗ്രിൻ ഡ്രഗ്സ്, ഗ്ലൈക്കോപ്രോട്ടീൻ 2B3A ഇൻഹിബിറ്റേഴ്സ് എല്ലാം ഇതേ മരുന്നുകൾ തന്നെ. ഇനി ഈ 3 മരുന്നുകളുടെ ഉപയോഗങ്ങൾ എവിടെയാണ് എന്ന് ചോദിച്ചാൽ, ഇത് ഉപയോഗിക്കുക ആസ്പിരിൻ പോലെയോ ക്ലോപ്പിഡോഗ്രൽ പോലെയോ ദിവസേന കഴിക്കുന്ന ഗുളികകളല്ല, ഓറൽ അല്ല. സോ ദീസ് ഓൾ ആർ IV ഇഞ്ചക്ഷൻസ് ആണ്, കുത്തിവെക്കുന്ന തരം
മരുന്നുകളാണ്, നോട്ട് ഓറൽസ്. സോ അപ്പോൾ ഇത് കൊടുക്കുക വിത്ത് ആസ്പിരിൻ, ലോങ് വിത്ത് ആസ്പിരിൻ ആണ്. ആസ്പിരിൻ കൊടുത്തേ പറ്റൂ എന്ന് നമുക്കറിയാം. ആസ്പിരിൻ ഇസ് ദ നമ്പർ 1. ആസ്പിരിൻ പ്ലസ് എവിടെയാണ്? വി വിൽ ഗിവ് ദീസ് ഡ്രഗ്സ് ഇൻ ആൻജിയോപ്ലാസ്റ്റി പോലെയുള്ള കണ്ടീഷൻസിലാണ്. ദാറ്റ് ഇസ് CABG എന്ന് പറയുമ്പോൾ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ് പോലെയുള്ള PTCA കണ്ടീഷൻസ് ഓർ പ്രൊസീജിയേഴ്സിലാണ് നമ്മൾ ഈ മരുന്ന് ഉപയോഗിക്കുക. ആൻഡ് ഓൾസോ ഇൻ അക്യൂട്ട് കൊറോണറി സ്പാസം പോലുള്ള പ്രൊസീജിയർ, ആ സമയത്ത് ഉണ്ടാകുന്ന പ്രൊസീജിയറിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക എന്ന് മനസ്സിലാക്കുക. നോട്ട് എ ഡെയിലി ഉപയോഗിക്കുന്ന മരുന്നുകളല്ല. ആൻഡ് 3 മരുന്നും IV ആണെന്ന് പറഞ്ഞു. അപ്പം നമുക്കിനി ഓരോ മരുന്നുകളെ കുറിച്ച് പറയാം. എറ്റിഫിബാറ്റൈഡ് ഇവിടെ കിടക്കട്ടെ, ആൻഡ് അബിസിക്സിമാബ് ഇവിടെ ഇരിക്കട്ടെ, ആൻഡ് ഓൾസോ ടൈറോഫിബാൻ. നമുക്ക് കമ്പയർ ചെയ്ത് പോകാം. എറ്റിഫിബാറ്റൈഡ്, പേരിൽ തന്നെ ടൈഡ് ഉണ്ട്. ടൈഡ് മീൻസ് പെപ്റ്റൈഡ് ആണല്ലേ, പ്രോട്ടീൻ ആണ്, പെപ്റ്റൈഡ് ആണ്. സോ സിന്തറ്റിക് സൈക്ലിക്കൽ പെപ്റ്റൈഡ് ആണ്. സോ സൈക്ലിക്കൽ പെപ്റ്റൈഡ് ആണ് മരുന്ന്. ആൻഡ് ദിസ് ഇസ് സെലക്റ്റീവ് ഫോർ, സെലക്ടിവിറ്റി കൂടുതലുണ്ട്. അബിസിക്സിമാബ് പേര് തന്നെ മാബ് ആണ്. മാബ് മീൻസ് മോണോക്ലോണൽ ആന്റിബോഡി ആണ്. ഇത് അത്ര സ്പെസിഫിക് അല്ല. പ്ലേറ്റ്ലെറ്റ്സിന്റെ മറ്റ് സർഫസ് പ്രോട്ടീനിലും ഒട്ടിപ്പിടിക്കാം. സോ അത്രയും സ്പെസിഫിക് അല്ല. മാബുകളൊക്കെ സ്പെസിഫിക് ആണ്, പക്ഷേ ഇത് അത്രയും സ്പെസിഫിക് അല്ല. എക്സൈ എന്ന് വെച്ചാൽ എന്താണ്? അബിസിക്സിമാബിലെ എക്സൈ മീൻസ് കൈമറിക് ആണ്. സോ കൈമറിക് മോണോക്ലോണൽ ആന്റിബോഡി ആണ് സംഭവം. ആൻഡ് വാട്ട് അബൌട്ട് ടൈറോഫിബാൻ? ഇതൊരു പെപ്റ്റൈഡ് അല്ല, ഇത് ഒരു നോൺ പെപ്റ്റൈഡ് ആണ്. ആൻഡ് ദിസ് ടൈം ഫ്രം സ്നേക്ക് വെനം, ഏതൊരു സ്നേക്ക് വെനത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന മരുന്ന്. ആൻഡ് എറ്റിഫിബാറ്റൈഡിന്റെ ഹാഫ് ലൈഫ് ലോങ് ആണ്, 12 മണിക്കൂറിലൊക്കെ കൂടുതലുണ്ട്. പക്ഷേ ഇൻഹിബിറ്റർ ആക്ഷൻസ് അത്രയും നേരമില്ല. റിവേഴ്സിബിൾ ഇൻഹിബിറ്റർ ആണ്. ആൻഡ് ദിസ് മാബ് മോണോക്ലോണൽ ആന്റിബോഡി, ദിസ് വൺ ഈസ് എക്സ്പെൻസീവ്, വില കൂടുതൽ ഉള്ള മരുന്നാണ്. ടൈറോഫിബാന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഒരു 2 hours, 2 മണിക്കൂറൊക്കെ ഉള്ളൂ. സോ വേഗത്തിൽ തന്നെ ഡിസോസിയേറ്റ് ക്വിക്ലി ഫ്രം എവിടെ നിന്നാണ്? ഗ്ലൈക്കോപ്രോട്ടീൻ ടു B3A. അത് ഓർത്തിരിക്കും. ആൻഡ് ഇതിൽ അബിസിക്സിമാബ് ഒഴിച്ച് ബാക്കി 2 മരുന്നും ടൈറോഫിബാൻ ആയാലും എറ്റിഫിബാറ്റൈഡ് ആയാലും റീനൽ സേഫ് അല്ല. സോ റീനൽ ഫംഗ്ഷനിൽ ഇത് രണ്ടും സേഫ് അല്ല, പക്ഷെ ഇത് സേഫ് ആണ്. കിഡ്നി ഫെയിലിയറിൽ ഓക്കെ ആണ് ഈ മരുന്ന്, മറ്റു രണ്ടും പറ്റില്ല. ആൻഡ് 3 മരുന്നും ബ്ലഡ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ആണ് തടയുക. അപ്പൊ എന്ത് സംഭവം? അതിന്റെ അഡ്വേഴ്സ് എഫക്ട് എന്ന് പറയുന്നത് ബ്ലീഡിംഗ് ആയിരിക്കും. സോ 3 മരുന്നും ബ്ലീഡിംഗ് ഉണ്ടാക്കും. ആൻഡ് പ്ലേറ്റ്ലെറ്റ് ആണ് തടയുന്നത്. സോ ത്രോംബോസൈറ്റോപീനിയ ഇതാണ് ഇതിന്റെ സൈഡ്. സോ ഹെമറേജ് ആൻഡ് ത്രോംബോസൈറ്റോപീനിയ ആണ് പ്രധാനപ്പെട്ട അഡ്വേഴ്സ് എഫക്ട്. ആൻഡ് മൊത്തത്തിലാണ് ഞാൻ പറഞ്ഞത് അഡ്വേഴ്സ് എഫക്ട്. ആൻഡ് ഇതിന്റെ മാത്രം 2-3 പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ക്യാൻ കോസ് കോൺസ്റ്റിപേഷൻ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാം, അരിത്മിയ പോലെയുള്ള സംഭവങ്ങൾ കൂടി ഉണ്ടാക്കാം. ആൻഡ് അബിസിക്സിമാബ് നമ്മൾ വേറൊരു സ്ഥലത്ത് കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ഇമ്മ്യൂണോ സപ്രസന്റ് ആണ്. സോ ദിസ് ആൻ ഇമ്മ്യൂണോ സപ്രസന്റ് ഡ്രഗ് കൂടിയാണ്. സോ യൂസ്ഡ് ഇൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഓർ ഡിസോർഡേഴ്സിൽ നമ്മൾ ഉപയോഗിക്കും. എറ്റിഫിബാറ്റൈഡ് നമ്മൾ ആദ്യം ബോളസ് ആയിട്ടായിരിക്കും കൊടുക്കുക. ഒരു 180 മൈക്രോഗ്രാം ആയിരിക്കും നമ്മൾ ബോളസ് ആയിട്ട് കൊടുക്കുക. പിന്നീട് 2 മൈക്രോഗ്രാം പെർ കിലോഗ്രാം പെർ മിനിറ്റ് എന്ന തോതിലായിട്ട് കൊടുക്കുക. ഇത് അബിസിക്സിമാബിന്റെ ഡോസ് സാധാരണ 0.25 മില്ലിഗ്രാം പെർ കിലോഗ്രാം ആയിട്ടായിരിക്കും പിന്നീട് ആദ്യം കൊടുക്കുക. മെയിൻ്റനൻസിന് 0.125 മൈക്രോഗ്രാം പെർ കിലോഗ്രാം പെർ മിനിറ്റ് എന്ന തോതിൽ നമ്മൾ നോർമൽ സലൈനിൽ അലിയിപ്പിച്ചിട്ടായിരിക്കും കൊടുക്കുക. സോ അൺസ്റ്റേബിൾ അഞ്ചേനയിൽ ACS PCI എന്നിവയിൽ മാത്രമാണ് ഈ മരുന്നുകൾ ഉപയോഗിക്കുക. ആസ്പിരിനൊപ്പമായിരിക്കും ഈ മരുന്നുകൾ കൊടുക്കുക. സോ ആസ്പിരിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതും കൊടുത്തു കഴിഞ്ഞാൽ റീസ്റ്റെനോസിസ് നമുക്ക് തടയാനായിട്ട് പറ്റും. ഇതാണ് ഈ ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് മരുന്നുകൾ. അടുത്ത ഗ്രൂപ്പ് മരുന്നുകൾ ഫോസ്ഫോഡയസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. ഫോസ്ഫോഡയസ്റ്ററേസ് വെരി ഫേമസ് ആണ്. നമ്മൾ സിൽഡനാഫിൽ വയാഗ്രയൊക്കെ ഫോസ്ഫോഡയസ്റ്ററേസ് ഇൻഹിബിറ്റർ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. സോ വിവിധ തരം ഉപയോഗങ്ങളുള്ള മരുന്നാണ്. ആൻഡ് ഫോസ്ഫോഡയസ്റ്ററേസ് എൻസൈമിന്റെ പണി എന്താണ്? പണി എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് കാലം നമുക്ക് പ്ലേറ്റ്ലെറ്റ് വരയ്ക്കാം. ഇത് അതിനകത്ത് സൈക്ലിക് AMP ആണെങ്കിൽ ഇതിനെ നശിപ്പിക്കുന്ന പണിയാണ്. ഇതിനെ നശിപ്പിക്കുന്ന എൻസൈമാണ് ഫോസ്ഫോഡയസ്റ്ററേസസ് എന്ന് പറയും. സോ നമ്മൾ ഇതിനെ തടഞ്ഞാലോ, ഇതിനെ തടഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ കോസ് ഇൻക്രീസ് ഇൻ സൈക്ലിക് പ്ലേറ്റ്ലെറ്റ്സിന്റെ ഉള്ളിൽ സൈക്ലിക് AMPയുടെ അളവ് വർദ്ധിക്കും. ഇൻക്രീസ് ഇൻ സൈക്ലിക് AMP മീൻസ് ഇൻഹിബിഷൻ, തടയലാണ്. ഇൻഹിബിഷൻ ഓഫ് വാട്ട്? ഇൻഹിബിഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ് ആക്ടിവേഷൻ. പ്ലേറ്റ്ലെറ്റ് ആക്ടിവേഷൻ ഇല്ല, അഡ്ഹഷൻ എല്ലാം തടയപ്പെടും. സോ നമ്മൾ ഉപയോഗിക്കുന്ന 3 മരുന്നുകളാണ്. ഒന്ന് ഡൈപീരിഡാമോൾ ആണ്. ഡൈപീരിഡാമോൾ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ദെൻ സിലോസ്റ്റാസോൾ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ദെൻ പെൻഡോക്സിഫിലിൻ, F എഴുതിയാലും PH എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, രണ്ടും സെയിം ആണ്. സോ ഡൈപീരിഡാമോൾ, സിലാസ്റ്റസോൾ ആൻഡ് പെൻഡോക്സിഫിലിൻ ഇങ്ങനെ 3 മരുന്നുകളാണ്. 3ഉം റിവേഴ്സിബിൾ ഫോസ്ഫോഡയസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. ഡൈപീരിഡാമോൾ ഫോസ്ഫോഡയസ്റ്ററേസ് നമുക്കറിയാം, ഒരുപാട് തരമുണ്ടെന്നറിയാം. ഡൈപീരിഡാമോൾ ഈസ് ഫോസ്ഫോഡയസ്റ്ററേസ് ഈ 5നെയാണ് തടയുന്നതെങ്കിൽ സിലാസ്റ്റസോൾ PD ഫോസ്ഫോഡയസ്റ്ററേസ്
ഫോസ്ഫോഡൈഎസ്റ്ററേസ് 3നെയാണ് തടയുക. ആൻഡ് ദിസ് ഈസ് നോൺ സെലക്റ്റീവ്. പലതിനെയും തടയാവുന്ന, പല ഫോസ്ഫോഡൈഎസ്റ്ററേസിനെയും തടയുന്ന മരുന്ന്. ആൻഡ് ഇതിൽ ഡൈപെരിഡമോളിന് വേറെ ചില ആക്ഷൻ കൂടിയുണ്ട്. ആ ആക്ഷൻ എന്ന് പറയുന്നത്, സോ ഇതിൽ നിന്ന് അഡിനോസിൻ പുറന്തള്ളുന്നു എന്ന് പറഞ്ഞു, അത് തിരിച്ചെടുക്കണം സാധാരണ. സോ ഈ തിരിച്ചെടുക്കൽ തടയുന്ന റീ അപ്ടേക്ക് ഓഫ് അഡിനോസിൻ റീ അപ്ടേക്ക് ഇൻഹിബിറ്റർ കൂടി ആണ് ഡൈപെരിഡം. സോ അഡിനോസിൻ കൂടുതലായിട്ട് ഇവിടെ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ, ബ്ലഡിൽ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ, ദിസ് കോസ് വാസോഡയലറ്റേഷൻ ഉണ്ടാക്കും. സോ അഡീഷണലി വാസോഡയലറ്റേഷൻ ആക്ഷൻ കൂടി ഉള്ള മരുന്നാണ് ഡൈപെരിഡമോൾ എന്ന് പറയുന്നത്. ആൻഡ് ഡൈപെരിഡമോളും സിലോസ്റ്റസോളും ഈ രണ്ടും എവിടെയാണ് കൊടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദീസ് ടു ആർ ഗിവൺ ഇൻ സ്ട്രോക്ക് പേഷ്യൻസ്. തലച്ചോറിൽ രക്തസ്രാവം വരുന്ന ആൾക്കാരിലാണ് നമ്മൾ കൊടുക്കുക. പെൻഡോക്സിഫിലിൻ നമ്മൾ കൊടുക്കുക. പെരിഫറൽ വാസ്കുലാർ ഡിസീസസിലാണ് പെൻഡോക്സിഫിലിൻ നമ്മൾ കൊടുക്കുക. ആൻഡ് ഇതിൽ ഡൈപെരിഡമോൾ എന്ന് പറയുന്ന മരുന്ന്, ദിസ് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ മയോകാർഡിയൽ ഇൻഫെക്ഷൻ. ഹൃദയ സംബന്ധമായിട്ടുള്ള ഇൻഫാർഷൻ വന്നു കഴിഞ്ഞിട്ട് അവിടുത്തെ രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ട് കൊടുക്കാൻ പാടില്ല. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വാസോഡയലേഷൻ ഉണ്ടാക്കും. ഇപ്പോൾ ഇത് ഹൃദയമാണെങ്കിൽ ഇവിടെയാണ് പ്രശ്നം ഉണ്ടായെന്ന് വിചാരിക്കുക, ഇവിടേക്കാണ് ബ്ലഡ് വരേണ്ടത്. പക്ഷേ ഈ മരുന്ന് വാസോഡയലേഷൻ ഉണ്ടാക്കുമ്പോൾ ഇസ്കീമിക് ഏരിയ അല്ലാത്ത ഏരിയയിലേക്കുള്ള ബ്ലഡ് വെസൽസും ഡയലേറ്റ് ചെയ്യും. സോ ബ്ലഡ് എങ്ങോട്ടേക്കും, ബ്ലഡ് ഇങ്ങോട്ടേക്ക് എത്തേണ്ടതിന് പകരം അങ്ങോട്ടേക്ക് മാത്രമല്ല മറ്റ് പല ഭാഗങ്ങളിലേക്കും പോകുന്നതിനെ നമ്മൾ കൊറോണറി സ്റ്റീൽ സിൻഡ്രോം എന്നാണ് നമ്മളിത് എഞ്ചൈനയിൽ പറഞ്ഞതാണ്. സോ ആ പ്രശ്നമുള്ളതുകൊണ്ട്, ബ്ലഡ് ഫ്ലോ ഇങ്ങോട്ടേക്ക് കുറയുന്ന പ്രശ്നമുള്ളത് കൊണ്ട് നമ്മൾ MIയിൽ ഈ മരുന്ന് കൊടുക്കില്ല. ആൻഡ് രണ്ട് മരുന്നും, ഡൈപെരിഡമോളും സിലോസ്റ്റാസോളും, രണ്ട് മരുന്നും മറ്റേതെല്ലാം കൊടുക്കേണ്ടത് ആസ്പിരിനോട് ഒപ്പമാണ്, ഒറ്റയ്ക്കല്ല നമ്മൾ കൊടുക്കുക. ഇനി ഡൈപെരിഡമോളിന്റെ മറ്റൊരു ഉപയോഗം, വേറുപയോഗം പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മൾ ആന്റികോയാഗുലന്റ് വാർഫാറിൻ എന്ന മരുന്നിനൊപ്പം പ്ലസ് വാർഫാറിൻ നമ്മൾ കൊടുക്കുക പ്രോസ്തെറ്റിക് ഹേർട്ട് വാൽവ് എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ, കൃത്രിമമായിട്ട് നമ്മൾ ഹാർട്ട് വാൽവ് ഒക്കെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ പിടിപ്പിക്കുന്ന രോഗികളിൽ നമ്മൾ വാർഫാറിനൊപ്പം അവിടെ രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സിലാസ്റ്റസോളിന് വേറെ ഉപയോഗം കൂടിയുണ്ട്. സിലാസ്റ്റസോളിന്റെ ഉപയോഗം അത് ഞാൻ എഴുതാം, ബർഗേഴ്സ് BURGERS ബർഗേഴ്സ് സിൻഡ്രോം ഓർ ഡിസീസിലാണ് നമ്മൾ ഉപയോഗിക്കുക. ഇപ്പൊ കാലിലും ലെഗ് വെയിൻ അല്ലെങ്കിൽ ലിംസിലോ അവിടെ ആർട്ടീരിയൽ ത്രോംബോസിസ് ഉണ്ടാകുന്നതിനെതിരെ നമുക്ക് ഉപയോഗിക്കും. ഇപ്പോൾ നടക്കുമ്പോഴും കൂടുതലായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോഴും നമുക്ക് ബ്ലഡ് സപ്ലൈ കാലിലേക്കൊക്കെ കുറഞ്ഞിട്ട് വേദന ഉണ്ടാകുന്ന ഇന്റർമിറ്റന്റ് ക്ലൗഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഉപയോഗിക്കും. സോ ബർഗേഴ്സ് സിൻഡ്രോമിൽ നമുക്ക് ഉപയോഗിക്കും. പെൻഡോക്സിഫിലിൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് PVDയിലാണ്, പെരിഫറൽ വാസ്കുലാർ ഡിസീസസിലാണ്. ഇതെങ്ങനെയാണ് അവിടെ ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഇതിപ്പോൾ RBC ആണെന്ന് വിചാരിക്കുക, ഇങ്ങനെയാണ് RBC വരിക. RBCയുടെ ഈ മെംബ്രെയിൻ അങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ഇവിടെ ബ്ലഡ് സപ്ലൈ, ഇവിടെ ഇത് ബ്ലഡ് വെസലാണെന്ന് വിചാരിക്കുക, ഇവിടെ കൂടി RBCക്ക് ഇങ്ങനെ ഒഴുകാൻ പറ്റാത്ത ഒരു സ്ഥലമാണെങ്കിൽ ഇത് അങ്ങനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുമ്പോഴത്തേക്കും RBCക്ക് അതിനകത്തോട് കാര്യക്ഷമമായി അതിലൂടെ കടന്നു പോകാനായിട്ട് പറ്റും. സോ ഇംപ്രൂവ് സർക്കുലേഷൻ ബൈ ഇറ്റ്സ് റിയോളജിക്കൽ എഫക്ട് എന്നാണ്. റിയോളജി നമ്മൾ പഠിക്കുക, മരുന്നുകളൊക്കെ ഇങ്ങനെ അല്ലെ, ഫ്ലോ ഓഫ് എന്നാണ് നമ്മൾ പഠിക്കുക, റിയോളജി. സോ ഇൻക്രീസ്ഡ് കംപ്ലയൻസ് ഓഫ് RBC. സോ PVDയിലാണ് ഈ മരുന്ന് ഉപയോഗിക്കുന്നത്. ആൻഡ് ഈ മരുന്നിന്റെയും ഡൈപെരിഡമോൾ ആയാലും സിലോസ്റ്റസോൾ ആയാലും ഇതിന്റെ സൈഡ് എഫക്ട് എന്ന് പറയുന്നത്, ഒന്ന് ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യുന്നത് മൂലം തലവേദന ഉണ്ടാകും. തലയിലുള്ള ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തലവേദന ഉണ്ടാകും. ആൻഡ് രണ്ടാമത്തെ പ്രശ്നം വയറിളക്കമാണ്, ഡയറിയ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് GI സെൽസിൽ ഇൻക്രീസ്ഡ് സൈക്ലിക് AMP ഉണ്ടാകുന്നു. സോ ദാറ്റ് ക്യാൻ കോസ് ഇൻറ്റസ്റ്റൈനൽ ക്ലോറൽസറേഷൻ, അങ്ങനെയൊക്കെയുള്ള വർദ്ധിപ്പിച്ചിട്ട് വയറിളക്കം ഉണ്ടാകും. ആൻഡ് സിലാസ്റ്റസോളിന്റെ സാധാരണ ഡോസ് 100 മില്ലിഗ്രാം 2 നേരമാണ്. ഭക്ഷണത്തിന് 2 മണിക്കൂർ ശേഷമോ അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പോ ഒക്കെ ആയിരിക്കും നമ്മൾ സിലാസ്റ്റസോൾ കൊടുക്കുക. ആൻഡ് ഡൈപെരിഡമോൾ ഇപ്പോൾ അത്ര അധികം ഉപയോഗം ഈ കേസുകളിൽ ഇല്ല. അവസാന ഗ്രൂപ്പ് മരുന്ന് നമുക്ക് പറയേണ്ടത് പ്ലേറ്റ്ലെറ്റ് ആക്ടിവേഷൻ കുറയ്ക്കുന്ന മരുന്ന് വോറാപാക്സാർ ആണ്. PAXAR ആണ്. വോറാപാക്സാർ എന്ന് പറയുന്ന മരുന്ന് ഓറൽ ആണ്, ഗുളികയാണ്. സോ ഓറൽ ഉണ്ട്. ആൻഡ് ഇത് ആഡ് ഓൺ ടു ആസ്പിരിന്റെ ഒപ്പമാണ് നമ്മൾ കൊടുക്കുക. ഈ മരുന്ന് ഒറ്റയ്ക്ക് നമ്മൾ കൊടുക്കുകയല്ല. എവിടെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ MIയിൽ നമുക്ക് ഉപയോഗിക്കാം, പെരിഫറൽ വാസ്കുലാർ ഡിസീസസിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ സ്ട്രോക്ക് കേസിൽ നമുക്ക് ഈ മരുന്ന് കൊടുക്കാൻ പാടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ 2 മരുന്നും സ്ട്രോക്കിനായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അതാണ് വ്യത്യാസം. സോ ഇതൊരു PAR1 ഇൻഹിബിറ്റർ ആണ്. എന്താണ് PAR എന്ന് വെച്ചാൽ? P for protease, A for activated, R റിസപ്റ്റർ ആണ്, റിസപ്റ്റർ 1 ആണ്. ഇത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കിത് ബ്ലഡ് വെസൽ ആണെങ്കിൽ ഇത് എൻഡോത്തീലിയൽ സെൽസ് ആണെന്ന് കരുതിയാൽ, ഈ എൻഡോത്തീലിയൽ സെൽസിലെ ഒരു റിസപ്റ്റർ ആണ്, മുറിവെന്ന എൻഡോത്തീലിയൽ സെൽസിൽ എക്സ്പ്രസ് ചെയ്യുന്ന റിസപ്റ്റർ ആണ് ഈ PAR1 എന്ന് പറയുന്ന സംഭവം. ഇവിടെ സാധാരണ ആര് വന്ന് പിടിക്കും എന്നാണ് ചോദ്യമെങ്കിൽ, ഇവിടെ വന്ന് പിടിക്കുന്ന അയാളുടെ പേര് ത്രോംബിൻ എന്നാണ്. ത്രോംബിൻ
ആണ് ഇവിടെ വന്ന് പിടിക്കുക. സോ ത്രോംബിൻ ഇവിടെ വന്ന് ഒട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ഗെറ്റ് ആക്ടിവേറ്റഡ് ആകും. ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് കൂടുതൽ ഇവിടെ പ്ലേറ്റ്ലെറ്റ്സുകളെ കൂടുതലായിട്ട് ഇവിടേക്ക് കൊണ്ടുവരുന്ന സംഭവമാണ്. സോ കൂടുതലേക്ക് പ്ലേറ്റ്ലെറ്റ്സ് എത്തുകയും പ്ലേറ്റ്ലെറ്റ്സ് ഇവിടേക്ക് വന്ന് ഒട്ടിച്ചേരുകയും ചെയ്യുന്നതാണ് ഇതിന്റെ പ്രവൃത്തി. സോ നമ്മൾ കൊടുക്കുന്ന മരുന്ന് ത്രോംബിന് പകരം ഇവിടെ വന്ന് ഒട്ടിച്ചേർന്നാൽ ത്രോംബിൻ വന്ന് പൊട്ടിച്ചേരാൻ പറ്റാതെ വരികയും ത്രോംബിൻ ഒട്ടിച്ചേരുന്നില്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ആക്ടിവേഷൻ കുറയുന്നു. സോ നോ പ്ലേറ്റ്ലെറ്റ് അറ്റാച്ച്മെന്റ് ആൻഡ് ആക്ടിവേഷൻ. പ്ലേറ്റ്ലെറ്റുകൾക്ക് മുറിവുള്ള സ്ഥലത്ത് ഇവിടേക്ക് വന്ന് പിടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. സോ Vorapaxar is an antagonist of thrombin receptor. So this PR1 is a thrombin receptor ആണ്. സോ ഡോസ് എങ്ങനെയാണെന്ന് വെച്ചാൽ 2.08 മില്ലിഗ്രാം ആണ് കൊടുക്കുക. ആൻഡ് ഇത് ദിവസം ഒരു നേരം മതി. ആസ്പിരിനോ ക്ലോപ്പിഡോഗ്രലോ, ആസ്പിരിൻ മാത്രമല്ല ക്ലോപ്പിഡോഗ്രലിനൊപ്പം നമുക്ക് കഴിക്കാം. സോ കിഡ്നി സേഫ് ആണെന്ന് വെച്ചാൽ കിഡ്നി സേഫ് ആയിട്ടുള്ള മരുന്നാണ്. എല്ലാ പ്ലേറ്റ്ലെറ്റ് ഇൻഹിബിറ്റേഴ്സും ഉണ്ടാക്കാവുന്ന പ്രശ്നം ഇതും ഉണ്ടാക്കും. സോ പ്ലേറ്റ്ലെറ്റ് ഇൻഹിബിറ്റഡ് ആയാൽ തടയപ്പെടുന്നില്ലെങ്കിൽ, പ്ലേറ്റ്ലെറ്റ് കട്ട പിടിക്കുന്നില്ലെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ടാക്കുമെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. സോ ദിസ് ഡ്രഗ് ക്യാൻ ഓൾസോ കോസ് ബ്ലീഡിംഗ്. സോ ഇത്രയാണ് പ്ലേറ്റ്ലെറ്റ് ഇൻഹിബിറ്റേഴ്സ്. നമ്മൾ 4 വീഡിയോയിലായിട്ട് പ്ലേറ്റ്ലെറ്റുകളെ തടയുന്ന, പ്ലേറ്റ്ലെറ്റുകളുടെ ആക്ടിവേഷൻ തടയുന്ന, പ്ലേറ്റ്ലെറ്റിന്റെ അഗ്രിഗേഷൻ തടയുന്ന മരുന്നുകളെ പറ്റിയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.